ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജഗന്റെ വീടാണ്. ശ്യാമ വൈസ് ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ശ്യാമയെ കൊല്ലണമെന്ന് ഐശ്വര്യ പറയുകയാണ്. ഇപ്പൊ നമ്മളത് ചെയ്താ ശരിയാകില്ല ഐശ്വര്യയെ. ഇപ്പോ മീഡിയക്കാരുടെ മുഴുവൻ ശ്രദ്ധയും ശ്യാമയിലാണ്. അവൾ ആ കസേരയിലൊന്ന് ഇരുന്നോട്ടെ, അതിനുശേഷമാ നമ്മൾ അവളെ കൊല്ലാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അവളെ കൊല്ലുന്നതിന് മുമ്പ് അവളും അഖിലും തമ്മിൽ വഴക്കിട്ട് പിരിയണം, അതും കൂടി എനിക്ക് കാണണം. എല്ലാം നമുക്ക് നേടിയെടുക്കാം ഐശ്വര്യയെ, നീ ഒന്ന് സമാധാനിക്ക്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയുടെ ഫോണിലേക്ക് അരുന്ധതി വിളിക്കുകയാണ്. ഞാൻ നാളെ എന്താണെങ്കിലും വരാം മേഡം എന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോ അരുന്ധതി പറയുകയാണ്, മോളെ നീ അറിഞ്ഞോ, നമുക്ക് വെല്ലുവിളിയായിട്ട് ഒരു കൃഷ്ണതുളസി ഇറങ്ങിയിട്ടുണ്ട്. അഖിൽ സാർ വരുന്നുണ്ട് മേഡം, ഞാൻ പിന്നെ വിളിക്കാം, നാളെ കാണാമെന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അന്ന് ആ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്യാമ ഓർക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുണിന്റെ മുറിയാണ്. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് അരുൺ ചോദിക്കുകയാണ്, എന്റെ ഐശ്വര്യ, സമയം എത്രയായെന്ന് നിനക്കറിയാമോ? ആ ലൈറ്റ് എങ്കിലും ഒന്ന് ഓഫാക്കിക്കൂടെ? ഉറങ്ങാനോ? നാളെ അവള് ചാർജ് എടുക്കാൻ പോകുമ്പോ ഞാൻ ഉറങ്ങാൻ പോവുകയല്ലേ, എനിക്കാകെ സമനില തെറ്റി നിൽക്കുകയാ. ഇന്നെനിക്ക് ഉറക്കമില്ലാത്ത രാത്രിയാണെന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ പറയുകയാണ്, എന്റെ ഐശ്വര്യെ, നാളെ എന്താണെങ്കിലും ശ്യാമ വൈസ് ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കും, നീ അത് അംഗീകരിക്കുന്നതാ നല്ലത്. നാണമില്ലേ അരുണിന് ഇതെന്നോട് പറയാൻ? അരുൺ കുറുക്കം വലിച്ച് ഉറങ്ങിക്കോ, ഞാൻ എപ്പോ ഉറങ്ങണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം. നീ ഉറങ്ങുന്നില്ലെങ്കിൽ ഉറങ്ങണ്ട, ആ ലൈറ്റ് എങ്കിലും ഒന്ന് ഓഫാക്കാൻ അരുൺ പറയുമ്പോ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ലൈറ്റാണ് എല്ലാം, ശരിയാക്കി തരാം. ശരി, അരുൺ കിടന്നോ, എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാനേ TV കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫാക്കി ഐശ്വര്യ പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഐശ്വര്യ മുറിയുടെ പുറത്തിറങ്ങുമ്പോ അപ്പച്ചി ചോദിക്കുക, എന്താ മോളെ പാത്തും പതുങ്ങിയുമൊക്കെ? മിണ്ടാതപ്പച്ചി, ഞാൻ കാര്യം പറയാം. ഞാനേ ഇവിടുത്തെ മെയിൻ സ്വിച്ച് അങ്ങ് ഓഫാക്കാൻ പോവുകയാ. അഖിലിന് ഇരുട്ട് പേടിയാണല്ലോ, ഞാനങ്ങ് മെയിൻ സ്വിച്ച് ഓഫാക്കുമ്പോഴേ ആകെ ഇരുട്ടാകും. ചിലപ്പോൾ അവന് ഹാർട്ട് അറ്റാക്ക് വന്നെന്നും ഇരിക്കും, അവൻ ആശുപത്രിയിലുമാകും. അപ്പോൾ എന്താണെങ്കിലും ശ്യാമയ്ക്ക് നാളെ ഓഫീസിൽ പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് ആ കാഴ്ചയൊന്ന് കാണണം. അപ്പച്ചിയും കൂടി വാ എന്ന് പറഞ്ഞ് ഐശ്വര്യ അപ്പച്ചിയും കൊണ്ട് താഴേക്ക് പോകുന്നു. അങ്ങനെ അപ്പച്ചിയെ കൊണ്ട് ഐശ്വര്യ മെയിൻ സ്വിച്ച് ഓഫാക്കുകയാണ്. അങ്ങനെ കറണ്ട് പോയ ഉടൻ തന്നെ അഖിയെന്ന് വിളിച്ച് വസുന്ധരയും വർമ്മയും കൂടി മുറിയുടെ പുറത്തേക്ക് വരുന്നു. എന്റെ വസു, നീ സമാധാനമായിട്ടിരിക്കുക, ശ്യാമയുണ്ടല്ലോ അവന്റെ കൂടെ. എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് അഖിലും ശ്യാമയും കൂടി താഴേക്ക് വരികയാണ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ, എനിക്ക് എന്തിനാ അമ്മ ഇരുട്ടത്ത് പേടി? ദേ, അമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് പേടിയുള്ളതുപോലെ തോന്നുന്നുണ്ടോ? എനിക്ക് ഇരുട്ടിനെ പേടിയില്ല അമ്മയെന്ന് അഖില് പറയുമ്പോ, ഞാനൊന്ന് മെയിൻ സ്വിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അരുൺ നോക്കുമ്പോ അത് ഓഫായി കിടക്കുകയായിരുന്നു. അങ്ങനെ അരുൺ അത് ഓണാക്കുകയാണ്. തുടർന്ന് വസുന്ധര അഖിലിനോട് ചോദിക്കുകയാണ്, മോനെ നീ സത്യമായിട്ടും പറഞ്ഞതാണോ? നിനക്ക് ഇരുട്ടത്ത് പേടി വന്നില്ലേ? ഇല്ലമ്മേ, സത്യമെന്ന് അഖില് പറയുമ്പോ വസുന്ധര സന്തോഷത്തോടെ പറയുകയാണ്, മോനെ ആദി, അരുൺ, ദേ ആനന്ദേട്ടാ, ഇവന്റെ പേടി മാറിയെന്ന്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. എന്താണെങ്കിലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് വസുന്ധര പറയുമ്പോ അഖില് പറയുകയാണ്, ദൈവമല്ല, ശ്യാമയാ കേട്ടത്. ഇരുട്ടിനോടുള്ള എന്റെ പേടി മാറ്റിയതേ ശ്യാമയാണ്. അതിന് പരീക്ഷണം പോലെ കുറെ കാര്യങ്ങള് ശ്യാമ ചെയ്യുകയും ചെയ്തു. ഇനി പാതിരാത്രി ആയാലും എത്ര ഇരുട്ടായാലും ഈ അഖിലിന് ഇരുട്ടിനെ പേടിയില്ല. തുടർന്ന് വസുന്ധര ശ്യാമയോട് നന്ദി പറയുകയാണ്. ഇതിനോട് നന്ദി പറഞ്ഞാ എങ്ങനെ തീരുമെന്ന് എനിക്കറിയില്ല മോളെ, ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, അമ്മേ എനിക്ക് തോന്നുന്നതേ അഖി കള്ളം പറയുകയാണെന്നാ. അഖിയുടെ പേടിയൊന്നും മാറി കാണില്ല. ഇത് കേൾക്കുന്ന അഖില് പറയുകയാണ്, ഐശ്വര്യടത്തേക്ക് ആകെ സംശയമാണല്ലോ. മുമ്പ് കറണ്ട് പോകുമ്പോ ഞാൻ നിലവിളിക്കുമായിരുന്നല്ലോ, ഇപ്പൊ എന്താ ഞാൻ അങ്ങനെ വല്ലതും ചെയ്തോ? ഇതൊക്കെ കേൾക്കുന്ന വസുന്ധര ശ്യാമയോട് പറയുകയാണ്, എനിക്ക് നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മോളെ. അമ്മ എന്തിനാ അമ്മ എന്നോട് നന്ദി പറയുന്നത്? ഇതൊക്കെ എന്റെ കടമയല്ലേ മോളെ. വസുന്ധര പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ പ്രാർത്ഥനയാണ് നീ നിറവേറ്റിയിരിക്കുന്നത് എന്ന് വർമ്മയും പറയുന്നു. അമ്മേ, ശ്യാമയ്ക്കൊരു സമ്മാനം കൊടുക്കണമെന്ന് അമൃത പറയുമ്പോ, സമ്മാനം വൈകാതെ തന്നെ ഞാൻ പ്രഖ്യാപിക്കുമെന്ന് വസുന്ധര പറയുന്നു. ഇനി എല്ലാവരും പോയി കിടന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ദേഷ്യത്തോടെ മുറിയിൽ പോയിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ചെല്ലുന്ന അരുൺ ഐശ്വര്യയെ നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അല്ല, വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ എനിക്ക് കാണാനും സാധിച്ചു. അഖിലിനെ പേടിപ്പിച്ച് ബോധം കെടുത്താൻ വേണ്ടി നീയല്ലേ പോയി മെയിൻ സ്വിച്ച് ഓഫാക്കിയത്? ഞാനോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോ അരുൺ പറയുകയാണ്, അതെ നീ തന്നെ. പേടിച്ച് അവൻ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും. അപ്പോ പിന്നെ നാളത്തെ ചടങ്ങ് മാറ്റിവെക്കുമല്ലോ, അതിനുവേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത്. എന്താണെങ്കിലും നിന്റെ ആ പ്രവൃത്തി കാരണമേ ഇപ്പൊ ഈ വീട്ടില് ശ്യാമയ്ക്ക് എല്ലാവരും ഒരു വില കൽപ്പിക്കുന്നുണ്ട്. നീ ആയിട്ട് തന്നെ ശ്യാമയ്ക്കൊരു സ്ഥാനം വാങ്ങിക്കൊടുത്തു, നല്ല കാര്യം തന്നെ. കണക്കുകൂട്ടലുകൾ ചില സ്ഥലത്തൊക്കെ പിഴച്ചുപോയെന്ന് കരുതിയേ അവസാന വിജയം ആർക്കാണെന്ന് നമുക്ക് കാണാം എന്ന് ഐശ്വര്യ പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ്. എന്റെ കണ്ണ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല.
ഞാനന്ന് വാക്ക് തെറ്റിച്ചെന്നാ ആ സ്വാമി അമ്പലത്തിൽ വെച്ച് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ വിസ്മയ്ക്ക് വേണ്ടി പാടാൻ വീണ്ടും പോവുകയാണ്. അഖിൽ സാറിനോട് എനിക്ക് വീണ്ടും കള്ളം പറയേണ്ടി വരികയാണ്. അത്രയും പറഞ്ഞ് ശ്യാമ ഇറങ്ങുമ്പോഴാണ് അഖിൽ അങ്ങോട്ടേക്ക് വരുന്നത്. അഖിലിനെ കണ്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. അല്ലടോ, താൻ എവിടെ പോകുന്നെന്ന് അഖിൽ ചോദിക്കുമ്പോ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് വാക്കുകൾ കിട്ടാതെ തപ്പുകയാണ് ശ്യാമ. എന്താടോ ഒരു കള്ളത്തരം പോലെ? എന്താ കാര്യം? താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ അപ്പുവിന്റെ സ്കൂളില് പേരൻസ് മീറ്റിംഗാ. അച്ഛന്റെ കൂടെ ഒന്ന് അമ്പലത്തിലും പോണം. അരവിന്ദേട്ടന് ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് വരാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, എന്താണെങ്കിലും താൻ കാണിക്കുന്നത് ഒരു മോശം കാര്യം തന്നെയാണ്. അഖില് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ള രീതിയിൽ ഞെട്ടലോടെ ശ്യാമ നിൽക്കുമ്പോൾ അഖില് പറയുകയാണ്, അപ്പുവിന്റെ സ്കൂളിലെ പേരൻസ് മീറ്റിങ്ങിന് ഞാനും വരാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയേ അപ്പുവിനെ ഒന്ന് ഞെട്ടിക്കാം. അല്ല സാർ, അത് വേണ്ട. സാറ് എന്തോ ഫയൽ എടുക്കാൻ വന്നതല്ലേ പറഞ്ഞത്? ഒറ്റയ്ക്ക് വന്നാ സാർ ഒറ്റയ്ക്ക് തന്നെ തിരിച്ചും പോകണം. അത് അങ്ങനെയാ എന്നൊക്കെ ശ്യാമ പറയുകയാണ്. ഇതൊക്കെ കേട്ട് ഒരമ്പരപ്പോടെ അഖില് ശ്യാമയെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.